അങ്ങനെ സ്വർണത്തിന് വല്ലാത്തൊരു വില കയറ്റമാണ്. നമുക്ക് പറയുന്നതിൽ അത്ഭുതമില്ല. കാരണം ഓരോ ദിവസവും നമ്മൾ രാവിലെ കേൾക്കുകയും വൈകിട്ടും ഇതുപോലെ സ്വർണത്തിന്റെ രണ്ടാമത്തെ വിലക്കയറ്റം എന്ന നിലയിൽ നമ്മൾ പറയുകയൊക്കെ ചെയ്യുന്നു. ഇന്നും അങ്ങനെ ഒരു തനിയാവർത്തനം എന്ന് പറയാം, മറ്റ് അസ്വാഭാവികമായി ഒന്നും സംഭവിച്ചില്ല. ഇത് രാവിലെ വില കൂടി, ഉച്ചയ്ക്ക് മുൻപ് കൂടി, ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഗ്രാമിന് 55 രൂപ കൂടി കൂടുമ്പോൾ 10,930 രൂപയായിരിക്കുന്നു. പവന് വില 87,440. ഇപ്പോൾ രാവിലെ ഗ്രാമിന് കൂടിയത് 110 രൂപ കൂടിയായിരുന്നു. അപ്പോൾ ഈ സ്വർണത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? പിടിച്ചു നിർത്താൻ കഴിയില്ല. എന്നായിരിക്കാം ഇനി 1 ലക്ഷം രൂപ കടക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ ഈ സ്വർണ്ണത്തിനെ കുറിച്ചുള്ള വിലയിരുത്തലുമായി നമ്മൾ ഇന്ദുലേഖയാണ് ചേരുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്നും. ഇന്ദുലേഖ സ്വർണ്ണം ഉപയോഗിക്കാറുണ്ടോ? വളരെ മിതമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. വലിയ ഭ്രമമൊന്നും അതിനോടില്ല എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഞാനിപ്പോൾ പ്രതീക്ഷ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇന്ന് വിലക്കയറ്റം വന്നതിൻ്റെ ആ ഒരു നിരക്ക് നോക്കുകയായിരുന്നു. ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വരിയാണ് സർവകാല റെക്കോർഡിലേക്ക്. ഇപ്പോൾ അത് കേൾക്കുന്ന ഒരു പുത്തരിയല്ല. കാരണം ഡെയിലി ദിവസത്തിൽ 1 അല്ലെങ്കിൽ 2 നേരം വെച്ച് വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മാത്രമല്ല ഇന്നിപ്പോൾ രാവിലെ ഗ്രാമിന് 110, പവന് 880 രൂപ വെച്ച് കൂടി 87,000 എന്നുള്ളൊരു വിലയിലേക്ക് കൂടിയിരുന്നു. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ, ഗ്രാമിന് വീണ്ടും 55 രൂപ കൂടിയിരിക്കുകയാണ്. അപ്പം ഈ വിലക്കയറ്റം ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകണം. 1 ലക്ഷം രൂപയിലേക്ക് എന്നെത്തുമെന്നുള്ളതാണ്. അപ്പോൾ എന്നെത്തുമെന്നുള്ള ചോദ്യത്തിന് എനിക്ക് അല്ല പ്രതീക്ഷ, അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ GST നിരക്ക്, അതുപോലെ തന്നെ പണിക്കൂലി, ഇതെല്ലാം കൂടി കൂട്ടി വരുമ്പോഴത്തേക്ക് ഈ ഒരു പവന് 87,000 സംതിങ്, അല്ലെങ്കിൽ ഇപ്പൊ ഇത് കൂടെ കൂട്ടി പറഞ്ഞു കഴിഞ്ഞാലും ഈ പറയുന്ന പണിക്കൂലി അല്ലെങ്കിൽ GST നിരക്ക്, ഹോൾമാർക്ക് ഫീസ്, ഇതെല്ലാം കൂടി നമ്മൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നോക്കട്ടെ. അതായത് പവന് 87,440 അല്ലേ? 87,440, 87,440. അപ്പോൾ ഒരു പവൻ സ്വർണ്ണം ഇപ്പം ഞാൻ വാങ്ങിക്കാൻ വേണ്ടി ചെല്ലുകയാണ്, ഒരു ജ്വല്ലറിയിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഞാൻ പണിക്കൂലി അടക്കം എത്ര കൊടുക്കേണ്ടി വരും ഏകദേശം? അതാണ് ഏകദേശം ഒരു 94,000 മുകളിൽ എങ്ങനെ ആയാലും പോകും, അതിൽ കുറയില്ല. അപ്പം ഏകദേശം ഒരു റൗണ്ട് അടിച്ച് പറയുകയാണെങ്കിൽ 1 ലക്ഷത്തിനടുത്ത്, അതായത് 1 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ ഒരു പവൻ വാങ്ങാം എന്നുള്ളൊരു കണക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ശരിക്കും സാധാരണക്കാരനെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം ഈ മഞ്ഞലോകത്തോടുള്ള ഭ്രമം നമുക്കെന്നല്ല, എല്ലാവർക്കും തുടങ്ങിയത് ഇന്നും ഇന്നലെയോ ഒന്നുമല്ല. മാത്രമല്ല കയ്യിലുള്ള ആൾക്കാർക്ക് ഇതൊരു അസറ്റാണ്, വലിയൊരു. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ സ്വർണ്ണത്തിന് ഭ്രമം കൂടുന്നുണ്ടോ? കാരണം ഈ ജ്വല്ലറിയിലൊക്കെ അവസ്ഥ എന്തായിരിക്കാം? നമ്മൾ ഓരോ ദിവസം കൂടുകയാണല്ലോ. അപ്പോൾ അവിടെയുള്ള മാർക്കറ്റ് എങ്ങനെയാണ്? ജ്വല്ലറികളിൽ ആള് തിരക്ക് കൂടുന്നുണ്ടോ? അതല്ല ഈ സ്വർണ്ണത്തിന് വിലയുള്ളതുകൊണ്ട് ആളുകൾ പിൻവാങ്ങുകയാണോ? കാരണം വെച്ചാൽ ഈ സാധാരണക്കാരെ സംബന്ധിച്ചോളൊക്കെ അവർക്കൊരു പവൻ വാങ്ങുക എന്ന് പറയുമ്പോൾ കല്യാണ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അവർ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതല്ല, അതിനേക്കാൾ ഒരു അസറ്റായിട്ട് സ്വർണ്ണം ഒരു സമ്പാദ്യമായി കരുതുന്ന ആളുകളൊക്കെ കൂടുതലായി വിപണിയിലേക്ക് വരുന്നുണ്ടോ? അതെ, ഈ സ്വർണ്ണം ഒരു സമ്പാദ്യമായി കരുതുന്ന ആൾക്കാർ ഇത് വാങ്ങി വെക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ സാധാരണക്കാർ നമ്മൾ ഈ സ്വർണ്ണം കൊടുക്കരുത്, വാങ്ങരുത് എന്നൊക്കെ പറയുന്നെങ്കിൽ വിവാഹ ആവശ്യങ്ങൾ അല്ലെ ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും സ്വർണ്ണം പർച്ചേസ് ചെയ്യും. അങ്ങനെ എത്തുന്നവർക്ക് വലിയൊരു പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ഒരു ദിവസം തന്നെ 2 തവണ വില മാറും. ഇപ്പം നമ്മൾ ഇന്നലെയൊക്കെ ആണെങ്കിൽ സ്വർണ്ണക്കടയിൽ ചെന്ന് ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് അന്വേഷണം നടത്തുമ്പോൾ അവർ പറയുന്നത് രാവിലെ 130 രൂപ കൂടി. അപ്പം ആ ഒരു കണക്ക് വെച്ച് വരുന്നു, ഉച്ചയ്ക്ക് ശേഷം 80 രൂപ കുറയുന്നു. അപ്പോൾ അതൊരു ആശ്വാസമാവുകയാണ് അവർക്ക്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ പത്രം എടുത്ത് നോക്കുമ്പോൾ രാവിലെ ഈ സ്വർണ്ണക്കടകളിലൊക്കെ സ്വർണ്ണ മോഷണം, വീടുകളിലൊക്കെ മോഷണം ഇങ്ങനെ കൂടുകയാണ്. പിന്നെ മറ്റൊന്നായിരിക്കും ഈ സ്വർണ്ണക്കടത്തുകാരെ കുറിച്ച് ഇപ്പോൾ വാർത്തകൾ അങ്ങനെ അധികം ഇല്ലെങ്കിലും ഇതിന്റെ പുറകിലൊക്കെ നമുക്കറിയില്ല സ്വർണ്ണക്കടത്ത്. അപ്പോൾ അങ്ങനെ പിന്നെ മാത്രമല്ല നമ്മൾ ദിവസം കേൾക്കുകയാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളിയായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സ്വർണ്ണമാണ് വില കുത്തനെ കൂടുകയല്ല. അപ്പോൾ ഇതിന്റെ മൂല്യം കൂടുന്നതിനനുസരിച്ച് ഇത് കയ്യിലിരിക്കുന്ന ആളാരാണ് രാജാവായി മാറുകയാണ്. ആ ഒരു മെന്റാലിറ്റിയിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ഒരു പരിധിയിലധികം ആൾക്കാർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. കയ്യിലിരിക്കുന്നവന് അതൊരു വലിയ ഗുണം തന്നെയാണെങ്കിലും ഈ വില ഇപ്പം രാവിലെ ഒരു കണക്ക് വെച്ചിട്ട് ഇതിന് ഇത്ര പവൻ വാങ്ങാമെന്ന് വിചാരിച്ച് ചെല്ലുന്ന ആൾക്കാർ ചിലപ്പോൾ കടയിൽ ചെല്ലുന്ന സമയത്തായിരിക്കും ഇത്ര രൂപ കൂടിയെന്ന് പറഞ്ഞാൽ ചിന്ത മുഴുവൻ, നമ്മുടെ പ്ലാൻ മുഴുവൻ പൊളിക്കുന്നു. ഇതിലേക്ക് ഉള്ള സമ്പാദ്യം വെച്ച് വാങ്ങി ശേഖരിച്ച് വെക്കാൻ താല്പര്യമില്ല, അധികം താല്പര്യപ്പെടുന്നില്ല. കാരണം ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാവാം ചിലപ്പോൾ അത് താല്പര്യമില്ലാത്തത്. ഞാൻ ചോദിച്ചാൽ ഈ യൂത്തിന്റെ ഒരു കാര്യം എങ്ങനെയായിരിക്കും? അവർക്ക് ഈ സ്വർണ്ണത്തെ വിട്ട് മാറുകയാണോ? എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ അവർക്ക് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. സ്വർണ്ണത്തോട് അതിയായ ഭ്രമമുള്ളവരാണ്, അല്ലെങ്കിൽ ഒരുപാട് ധരിച്ച് നടക്കുന്നവരാണ് ഇപ്പോഴത്തെ തലമുറ എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ കാണുന്നില്ല, ഇപ്പൊ ഞാൻ അടങ്ങുന്ന ഒരു തലമുറ അങ്ങനെ കരുതുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഓരോ ദിവസം നമുക്ക് എന്റെ പൊന്നെ എന്ന് വിളിച്ച് ഉണരുകയും ഉറങ്ങുകയും ചെയ്യേണ്ടി വരും. അങ്ങനെ അതായത് ഈ ദിവസം 2 തവണയാണ് സ്വർണ്ണത്തിന്റെ വില കൂടിയത്.